ഹായ്. 2026 ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പുതിയ മന്ത്രിസഭ നിലവിൽ വന്നപ്പോൾ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച രണ്ട് പേർ ശ്രീ എം ലിജുവും ശ്രീ ബിന്ദു കൃഷ്ണയുമായിരുന്നു. കാരണം അവർ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം അറിഞ്ഞവരായിരുന്നു. 3 ഇലക്ഷനുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടവരായിരുന്നു 2 പേരും. പക്ഷേ അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നം ചിലപ്പോൾ MLA ആവണമെന്നും അങ്ങനെ ആയിരിക്കും. പക്ഷേ അവരാദ്യം തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ സത്യപ്രതിജ്ഞ ചെയ്തത് മന്ത്രിയായിട്ടാണ്. അതിനുശേഷമാണ് MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അതായത് ഇപ്പം പലരും എൻ്റെ അടുത്തൊക്കെ ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, അത് കിട്ടാൻ പോണില്ല ആൻറ്റി, കിട്ടില്ല, ശ്രമിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മളൊരു പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാന്നൊക്കെ എളുപ്പത്തിലൊക്കെ പറയാം, പക്ഷേ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ ഞാൻ ഇവരുടെ കാര്യം ആലോചിക്കാറുണ്ട്. അവർ 3 ഇലക്ഷനിൽ തോറ്റുവന്നതിനും 15 വർഷമാണ്. അതായത് 5 വർഷം കൂടുമ്പോഴാണ് ഇലക്ഷൻ വരുന്നത്. അപ്പോൾ 3 ഇലക്ഷനിൽ തുടർച്ചയായി പരാജയപ്പെട്ടിട്ട് പിന്നീടൊരു വിജയം തേടി വരുമ്പോൾ അവർ പോലും പ്രതീക്ഷിക്കാതൊരു മന്ത്രിസ്ഥാനം മന്ത്രിയായിട്ടാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ നമുക്ക് ദൈവം പരാജയങ്ങളൊക്കെ തരുന്നത് വിജയത്തിൻ്റെ മുന്നോടിയായിട്ടായിരിക്കും. നമ്മൾ സ്ഥിരമായി പരിശ്രമിക്കുന്നവർക്ക്, അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജോലിക്കൊക്കെ വേണ്ടി ഒത്തിരിയും കുട്ടികളും പരിശ്രമിക്കുന്നുണ്ട്. അപ്പം സ്ഥിരമായി പരിശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഒക്കെ സ്ഥിരമായി നിങ്ങളുടെ ഒരു ഉത്സാഹവും പരിശ്രമവും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് അഡ്മിഷനും ഒക്കെ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇവരുടെ. നമ്മൾ ഈ മോട്ടിവേഷണൽ സ്റ്റോറിയൊക്കെ പറയുമ്പം കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരുടെ സ്റ്റോറിയൊക്കെ കേൾക്കുന്നതിലും എത്രയോ നമ്മളുടെ ചുറ്റും കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമൊക്കെ ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ഒരു വിജയം കാണുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. അതായത് ഇത്രയും പരാജയപ്പെട്ടിട്ട് മന്ത്രിയായിട്ട് അവർ പോലും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ബിന്ദു കൃഷ്ണ എനിക്ക് തോന്നുന്നു നിയമസഭാ ഇലക്ഷന് പരാജയപ്പെട്ടിട്ടുണ്ട്, ലോക്സഭാ ഇലക്ഷന് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ തുടർച്ചയായി ഇലക്ഷനുകളിൽ പരാജയപ്പെട്ടതിന് ശേഷം ഒരു വിജയം തേടി വരുമ്പോൾ അവർ MLA ആകുന്നതിന് മുമ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനൊക്കെ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നല്ല കോഴ്സുകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കുട്ടികളുണ്ട്, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ, അല്ലെങ്കിൽ ഉയർന്ന ജോലികളിൽ സ്വപ്നം കാണുന്നവർ സ്ഥിരമായി പരിശ്രമിക്കുക. വിജയം നിങ്ങളെ തേടി വരും. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളെക്കുറിച്ച് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.